സിനിമയായ കിം കോങ് ചിത്രീകരിച്ച ടെറാങ് ആൻ എന്ന പ്രദേശമാണിത്. വിയറ്റ്നാമിലെ പ്രശസ്തമായ നിൻബിനിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം ദൂരെയാണ് പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ചുണ്ണാമ്പ് മലകളും പച്ചപുതച്ചു നിൽക്കുന്ന താഴ്വരകളുമൊക്കെയായി വശ്യമായ പ്രകൃതി സൗന്ദര്യം കൊണ്ട് ലോകമറിഞ്ഞ ഈ നാടിന്റെ കാഴ്ചകൾ ഇന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് ടെറാങ് ആനിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് റോഡിനപ്പുറത്ത് ആ കാണുന്ന കെട്ടിടമുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അതിരാവിലെ ആയതുകൊണ്ടാവും സഞ്ചാരികളായി വന്നവരെ ഒന്നും ഇവിടെ കാണാനില്ല. ഇടയ്ക്കിടെ ചെറിയ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരിങ്കൽ പാകി മനോഹരമാക്കിയ നിലത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. വിശാലമായ കെട്ടിട സമുച്ചയങ്ങൾക്കിടയിൽ എവിടെയോ ആണ് ടിക്കറ്റ് കൗണ്ടർ. ആദ്യം അതൊന്ന് കണ്ടുപിടിക്കണം. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ റെഡ് നദിയുടെ കൈവഴിയായ ഹോം നദിയുടെ ഭാഗമാണ് ഇതൊക്കെ. ഇതിലൂടെ ഈ നാടിന്റെ ഭംഗി അറിഞ്ഞുകൊണ്ടുള്ള ഒരു തോണിയാത്ര നടത്താനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വിശാലമായ കാർ പാർക്കിങ്ങും ഫുഡ് കോർട്ടും റെസ്റ്റോറന്റുകളും സുവനീർ കടകളും ഒക്കെയായി വളരെ വിശാലമായ ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2.5 ലക്ഷം വിയറ്റ്നാം ഡോങ്ങുള്ള ഒരു പാക്കേജും 3 ലക്ഷം വിയറ്റ്നാം ഡോങ്ങുള്ള മറ്റൊരു പാക്കേജുമാണ് ഇവിടെയുള്ളത്. പക്ഷേ നദിയിൽ വെള്ളം പൊങ്ങിയതിനാൽ ഒരു റൂട്ടിലൂടെയുള്ള യാത്ര മാത്രമേ ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ. ആ കാണുന്ന കെട്ടിടത്തിലാണ് ടിക്കറ്റ് കൗണ്ടർ. മരം കൊണ്ട് നിർമ്മിച്ച വിശാലമായ ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. 2.5 ലക്ഷം വിയറ്റ്നാം ഡോഗ് കൊടുത്ത് ഞാനൊരു ടിക്കറ്റ് എടുത്തു. ഏകദേശം 850 ഇന്ത്യൻ രൂപ വരും അത്. ഭൂമിക്കടിയിലൂടെയുള്ള ഈ കോറിഡോറിലൂടെ പോയി റോഡിനപ്പുറത്തുള്ള കെട്ടിടത്തിൽ എത്തണം. അവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഈ കാണുന്ന നദിയിലൂടെയുള്ള തോണിയാത്രയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. കാടിന്റെ വശ്യത അറിഞ്ഞുകൊണ്ടുള്ള യാത്ര. നിരവധി തോണികൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതിലൊന്നിലാണ് എനിക്കും പോകേണ്ടത്. അപ്പോഴേക്കും കുട്ടികളും മുതിർന്നവരുമായി ചൈനയിൽ നിന്നുള്ള ഒരു സഞ്ചാരിക്കൂട്ടം അങ്ങോട്ടേക്ക് വന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു ദ്വീപിലാണെന്ന് പറയാം. അതിനെ കരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. അതിലൂടെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് പുറകിലായി ഞാനും അങ്ങോട്ട് നടന്നു. ഇവിടെയെല്ലാം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ലേറ്റൻസ് എന്ന് പറയുന്ന ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുക എന്നത് വിയറ്റ്നാംകാർക്ക് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഗതിയാണ്. ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് കടവിലേക്കെത്താൻ. സുന്ദരമായൊരു പ്രദേശം. എനിക്ക് മുമ്പേ വന്ന സഞ്ചാരികൾ പലരും ആ നദിയിലൂടെയുള്ള യാത്ര നടത്തി തിരിച്ചു വരുന്നത് കാണാം. നിറയെ കാർപ്പിനത്തിൽപ്പെട്ട കളർ മീനുകളാണ്. ആ നദിയുടെ തീരമൊക്കെ കല്ലുപാകി മനോഹരമാക്കിയിരിക്കുന്നു. നിറയെ മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ തോണിയാത്ര ആരംഭിക്കുന്നത്. 6 പേർക്ക് വളരെ സുന്ദരമായി യാത്ര ചെയ്യാവുന്ന വഞ്ചിയാണ് ഇവിടെയുള്ളത്. വഞ്ചിയിൽ കയറി യാത്ര തുടങ്ങുമ്പോഴേക്കും ശക്തമായ മഴ. കുടയും ചൂടി മഴയത്ത് ആ നദിയിലൂടെയുള്ള യാത്ര. വിയറ്റ്നാമിന്റെ മണ്ണിൽ ഓഖി ചുഴലിക്കാറ്റ് നാശം വിതച്ചു പോയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഈ ചാറ്റൽ മഴ പെയ്യുന്നത്. അതാണെങ്കിൽ ഇപ്പോൾ എൻ്റെ യാത്രയുടെ രസം കൊല്ലിയായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. വിജനമായ പ്രദേശത്തുകൂടിയാണ് യാത്ര. ആകെയുള്ളത് എനിക്ക് മുമ്പേ പോയ സഞ്ചാരികളെയും കൊണ്ടുവരുന്ന വഞ്ചികളാണെന്ന് പറയാം. കുറച്ചു സമയം ആവുമ്പോഴേക്കും മഴ കുറഞ്ഞു. ചിലപ്പോൾ തീരെ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ
എപ്പോഴും പോയും വന്നും കൊണ്ടിരിക്കുന്ന മഴ എൻ്റെ യാത്രയ്ക്ക് ശരിക്കും ഒരു തടസ്സമായി തന്നെ നിന്നു. ഈ വഞ്ചികളെല്ലാം തന്നെ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. നമ്മുടെ വഞ്ചികളിൽ നിന്ന് വ്യത്യസ്തമായി വീതി കുറച്ചുകൂടെ കൂടിയ രീതിയിലാണ് നിർമ്മാണം. സഞ്ചാരികളെയും കൊണ്ടുള്ള വഞ്ചികൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും മഴ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ചിത്രീകരണം. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താണ് ഞാൻ ഈ പ്രദേശത്തെത്തിയത്. ഈ പ്രദേശത്തൊക്കെയാണ് കിങ് കോങ് എന്ന സൂപ്പർ ഹിറ്റായ ഹോളിവുഡ് സിനിമയുടെ പല ഭാഗങ്ങളും ചിത്രീകരിച്ചത്. നിറയെ ചുണ്ണാമ്പ് മലകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ ആ ദ്വീപ് പോലുള്ള സ്ഥലത്ത് കാണുന്നത് ഒരു പുരാതന ക്ഷേത്രമാണ്. അതിൻ്റെ ഭാഗമായുള്ള പഗോഡയാണ് ആ കാണുന്നത്. നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് ഇവിടെ എന്ന് പറയാം. ചുറ്റും മാനം മുട്ടയെ വളർന്നു നിൽക്കുന്ന ചുണ്ണാമ്പ് മലകൾ, എല്ലാ സ്ഥലവും പച്ച പുതച്ച് കിടക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഈ കാടിന്റെയും മലയുടെയും വന്യമായ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ് ഈ പഗോഡ എന്നെനിക്ക് തോന്നി. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ പഗോഡയ്ക്ക്. സാധാരണ സമയങ്ങളിലായിരുന്നെങ്കിൽ ഈ പഗോഡയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇപ്പോൾ തറനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലായി വെള്ളം പൊങ്ങിയിരിക്കുന്നു. ആ പഗോഡയെ ഒന്ന് ചുറ്റി കാണിച്ചു തന്നു എൻ്റെ തോണിക്കാരി. പൂർണ്ണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളവരും അതിൻ്റെ കാഴ്ചകൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ട്. ഈ മണ്ഡപത്തിന്റെ ഭംഗി ഇത്രയധികം നമ്മളെ ആകർഷിക്കാൻ കാരണം വന്യമായ ഈ പ്രദേശം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ മലയ്ക്ക് താഴെ കാണുന്ന ഗുഹയിലൂടെയായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷേ വെള്ളം കയറി ഗുഹാമുഖം പോലും അടഞ്ഞിരിക്കുകയാണ്. നിൻപിന്റെ കാഴ്ചകൾ കാണാൻ ഗൂഗിളിലും യൂട്യൂബിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ മണ്ഡപത്തിന്റെ ചിത്രമാണ് എപ്പോഴും മുന്നിലുണ്ടാവുക. വളരെ കാലമായി മനസ്സിലുള്ള ആഗ്രഹമാണ് ഇന്ന് നിറവേറ്റിയത്. തോണിക്കാരിയായ ചേച്ചി യാതൊരു ഭാവഭേദവുമില്ലാതെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിലേക്കാണ് ഇനിയുള്ള യാത്ര. 13-ാം നൂറ്റാണ്ടിലെ മംഗോളിയൻ അക്രമങ്ങളെ ചെറുക്കാൻ വേണ്ടി ട്രാങ് രാജവംശം പണിത മിലിറ്ററി ബേസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. വൂലം പാലസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പാലസിൽ പ്രധാനമായും 5 കെട്ടിടങ്ങളാണുള്ളത്. അതിൽ പലതും ഇപ്പോൾ ട്രാങ് രാജവംശത്തിലെ രാജാക്കന്മാരെ ആരാധിക്കുന്ന കെട്ടിടങ്ങളാണ്. ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റിയ ഒരിടമാണ് മലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഈ വൂലം പാലസ്. പല കെട്ടിടങ്ങളിലും ബുദ്ധന്മാരുടെ പ്രതിമയും രാജാക്കന്മാരുടെ പ്രതിമകളുമാണ് ഉള്ളത്. അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഈ അമ്പലങ്ങൾ. അതിന്റെ മുറ്റങ്ങളെല്ലാം കരിങ്കല്ല് പാകി മനോഹരമാക്കിയിരിക്കുന്നു. നിറയെ മരങ്ങളാണ്, പ്രധാനമായും ആൽമരങ്ങളാണുള്ളത്. അമ്പലങ്ങളെല്ലാം ചൈനീസ് വാസ്തുശില്പ മാതൃകയിലാണെന്ന് പറയാം. പലതിലും ചൈനീസ് ലിപികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനുള്ളിലേക്ക് വീഡിയോഗ്രാഫി നിരോധിച്ചതിനാൽ അതിനുള്ളിലെ കാഴ്ചകൾ പകർത്താൻ യാതൊരു നിർവാഹവുമില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കെട്ടിടങ്ങളൊക്കെ അതുപോലെ നിലനിർത്തിയത് കൊണ്ടാണ് ഞാനുൾപ്പെടെയുള്ള സഞ്ചാരികളെല്ലാം ഇവിടേക്ക് വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇതിന്റെ പഴമ നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയും ഇവിടെ ഇവർ സ്വീകരിച്ചിട്ടില്ല. നിലം പറ്റി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ മരത്തിനു പോലുമുണ്ട് അതിൻ്റെതായ ഭംഗി. പുഴയിൽ നിന്ന് 3-4 സ്റ്റെപ്പുകൾ കയറി വേണം ശരിക്ക് ഈ അമ്പലത്തിന്റെ മുറ്റത്തേക്ക് പ്രവേശിക്കാൻ.
പക്ഷേ വെള്ളം പൊങ്ങി അത് മുറ്റം വരെ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് ആ മണ്ഡപം കാണുമ്പോൾ അതിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ മണ്ഡപത്തിന് ചുറ്റും സഞ്ചാരികളെയും കൊണ്ട് വന്ന നിരവധി വഞ്ചികൾ കാണാം. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വഞ്ചി തുഴയുന്ന ഈ ചേച്ചിമാർക്കൊന്നും അതൊരു അത്ഭുത കാഴ്ചയേ അല്ല. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇതൊക്കെ എന്നേ മാറിയിരിക്കുന്നു. തുഴച്ചിൽക്കാരിൽ 99% പേരും സ്ത്രീകളാണ്. സഞ്ചാരികൾ ഈ അമ്പലവും പരിസരവും ചുറ്റിക്കാണുന്നതുവരെ അവരിങ്ങനെ ഇവിടെ കഥകൾ പറഞ്ഞിരിക്കും. ചെങ്കുത്തായ മലകൾ, അത് മുഴുവൻ പച്ചപുതച്ച് കിടക്കുകയാണ്. മനോഹരമായ കാഴ്ചയാണത്. എന്റെ പ്രേക്ഷകർ എന്നെങ്കിലും വിയറ്റ്നാം കാണാൻ വരികയാണെങ്കിൽ ഈ പ്രദേശം ഒരിക്കലും നിങ്ങളുടെ യാത്രയിൽ നിന്ന് ഒഴിവാക്കരുത്. ഏകദേശം അരമണിക്കൂർ സമയമാണ് നമുക്കിവിടെ ചുറ്റിക്കാണാനുള്ളത്. വീണ്ടും വഞ്ചിയിലേക്ക്. വിദേശികളായ ആ അപ്പൂപ്പനും അമ്മുമ്മയും തോണിയിലേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ്. എല്ലാവരും നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിക്കണം. സഞ്ചാരികളോട് വളരെ സൗഹൃദ മനോഭാവമുള്ള ഒരു ജനതയാണ് ഇവിടെയുള്ളത്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും അവരുടെ ഭാഷയിൽ ആ പ്രദേശത്തെപ്പറ്റി കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് അവർ തോണി തുഴയുന്നത്. എന്തൊരു മനോഹരമായ സ്ഥലമാണെന്ന് നോക്കൂ. ദൂരെ ആ കാണുന്നത് കിങ് കോങ് സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടിരിക്കുന്നതായിരുന്നു. 2004 മുതൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട നാടാണ് ഇത്. അതിന്റെ നാച്ചുറലായിട്ടുള്ള ഭംഗി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സെറ്റ് ഇട്ടിരിക്കുന്നത് എന്നതിനാൽ ഇത് പൊളിച്ചു മാറ്റാനുള്ള യുനെസ്കോയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. നിരവധി വള്ളങ്ങളിൽ നൂറുകണക്കിന് സഞ്ചാരികളാണ് വിയറ്റ്നാമിന്റെ ഈ വശ്യമനോഹരമായ ഭംഗി ആസ്വദിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെയില്ല. പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ ഒന്നുമില്ലാത്ത മനോഹരമായ ഒരു ജലാശയമാണ് ഇത്. നമ്മുടെ നാട്ടിലെ നദികളുടെയും പുഴകളുടെയും അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലമാണ് ആ കാണുന്നത്. ഇവിടെ അടുത്തായിട്ട് മറ്റൊരു അമ്പലം കൂടിയുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ യാത്ര. മഴ പോയിരിക്കുന്നു എന്ന് പറയാം. തോണിയാത്ര വളരെ സേഫാണ്. കാരണം നമ്മുടെ നാട്ടിലെ തോണിയേക്കാൾ വീതി കൂടുതലായതുകൊണ്ട് ഇതിന് സ്റ്റെബിലിറ്റിയും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഇളകുകയോ ചരിയുകയോ ഒന്നും ചെയ്യുന്നില്ല. ഷൂട്ടിംഗ് ചെയ്യാനും എനിക്ക് എളുപ്പമായി തോന്നി. ചുണ്ണാമ്പ് മലകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു സ്ഥലമാണിവിടം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് നൂറുകണക്കിനുള്ള ഈ ചുണ്ണാമ്പ് മലകൾ. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസം കൊണ്ട് ഉപജീവനം നടത്തുന്ന നിരവധി പേരുണ്ടിവിടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇവിടുത്തെ തോണി തുഴച്ചിലുകാർ എന്ന് പറയാം. 2017 പുറത്തിറങ്ങിയ കിങ് കോങ് സിനിമയായ കോങ് സ്കൾ ഐലൻഡിന്റെ ചിത്രീകരണം നടന്നതു മുതൽ ലോകത്തെമ്പാടുമുള്ള നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത്. ആ സിനിമയുടെ മനോഹരമായ പല രംഗങ്ങളും ചിത്രീകരിച്ചത് ഈ നാട്ടിലാണ്. ആ നാട്ടിലൂടെയാണ് ഇപ്പോൾ എൻ്റെ യാത്ര. സഞ്ചാരികളെല്ലാം
എല്ലാം തന്നെ ഈ യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. മഴ അല്പം മാറിയതുകൊണ്ടാകാം ചെറിയ മൂടൽമഞ്ഞുമുണ്ട്. ഇടയ്ക്ക് ചെറിയ മഴ വീണ്ടും വരുന്നുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന 60 വയസ്സിലധികം പ്രായമുള്ള ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമൊക്കെ യാത്രയെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണല്ലോ ഇവിടേക്ക് വന്നത്. അവരൊക്കെ തികച്ചും സന്തോഷവാന്മാരാണ് ഈ യാത്രയിലെന്ന് എനിക്ക് തോന്നി. ഏകദേശം 3 മണിക്കൂർ നേരമാണ് ഈ തോണി യാത്ര. എന്റെ സുഹൃത്തിപ്പോൾ തോണി തുഴഞ്ഞുകൊണ്ട് വഞ്ചിക്കാരിയെ സഹായിക്കുന്നുണ്ട്. നമുക്കും വഞ്ചി തുഴയുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. നിരവധി സഞ്ചാരികൾ അങ്ങനെ വഞ്ചി തുഴഞ്ഞ് തങ്ങളുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്. നദിയിലെ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് മാത്രമാണ് പല ഗുഹകളും എനിക്ക് പോകാൻ കഴിയാതെയായത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില അമ്പലങ്ങളും എനിക്ക് സന്ദർശിക്കാൻ കഴിയാതെയായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. പലതും ട്രാങ് രാജവംശത്തിന്റെ കാലത്ത് പണി കഴിപ്പിച്ചത്. മലയുടെ മുകൾ ഭാഗത്തൊക്കെ കോടമഞ്ഞ് മൂടി വരുന്നുണ്ട്. വിയറ്റ്നാമിന്റെ ടൂറിസം പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ പ്രകൃതി ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന രീതിയിലാണെന്ന് പറയാം. പ്രൗഢഗംഭീരമായ നിർമ്മിതികളോ കെട്ടിടങ്ങളോ ഒന്നുമില്ലാതെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് അതിന്റെ മടിത്തട്ടിലൂടെയുള്ള യാത്ര. അപ്പോഴേക്കും ശക്തമായ രീതിയിൽ മഴ വന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കരമായ പേമാരിയൊന്നുമല്ല. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ശക്തിയുണ്ട് മഴയ്ക്ക്. ഇതാണ് രണ്ടാമത്തെ ക്ഷേത്രം. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ക്ഷേത്രം. നദിയിലെ വെള്ളം കയറി അതിന്റെ മുറ്റത്തേക്ക് വരെ എത്തിയിരിക്കുന്നു. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതൊക്കെ നിൽക്കുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലാണെന്നതാണ്. വലിയ മരങ്ങളൊക്കെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വശ്യതയാർന്ന ഭംഗിയാണ്. ആൽമരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മുറ്റം. ചെറിയൊരു അമ്പലമാണ്. അതിന്റെ മുറ്റത്ത് ലോഹനിർമ്മിതമായ വലിയ പ്രതിമകളൊക്കെയുണ്ട്. 2014 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട സ്ഥലമാണ് ടെറാങ് ആൻ. പ്രകൃതിയുടെ ഈ മനോഹരമായ കാഴ്ച കണ്ടിട്ടാണല്ലോ ഹോളിവുഡ് സിനിമ ഇവിടെ ചിത്രീകരിച്ചത്. നല്ല മഴയാണ്. ഈ വിയറ്റ്നാം യാത്രയിൽ മഴ എന്നെ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അത് ഇടയ്ക്കിടയ്ക്ക് പെയ്ത് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉൾഭാഗത്തെ ചിത്രീകരണം അനുവദനീയമല്ല. ഉൾഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബോട്ടിലേക്ക് കയറി. ടോംലാങ് എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട്. ഏകദേശം 60 മീറ്റർ നീളമാണ് അതിനുള്ളത്. പക്ഷേ നദിയിൽ വെള്ളം വളരെയധികം കൂടുതലായതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്ര ഇപ്പോൾ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് വലിയൊരു നഷ്ടം തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് വഞ്ചി തുഴയുന്ന ചേച്ചിമാർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വടക്കൻ വിയറ്റ്നാമിലെ നിൻപിൻ പ്രവിശ്യയുടെ ഭാഗമാണ് ടൊറാങ് ആൻ എന്ന ഈ പ്രദേശം. ചുണ്ണാമ്പ് മലകളും ജലപാതകളും പർവ്വതങ്ങളുമൊക്കെയായി മനോഹരമായ ഈ പ്രദേശത്തെ കരയിലെ ഹലോങ് ബേ എന്ന് വിളിക്കാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കടന്നു പോകുന്നത് അടുത്ത ഗ്രാമങ്ങളിലെ മീൻപിടുത്തക്കാരാണ്. ഈ നദിയിൽ നിന്ന് മീൻപിടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ. അവരുടെ അത്തരത്തിലുള്ള ചെറിയ വഞ്ചികൾ ഇടയ്ക്ക് നമ്മെ കടന്നു പോകുന്നത് കാണാം. നല്ല മഴയത്തും നിരവധി വഞ്ചികളിലായി ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ജനുവരി മുതൽ മാർച്ച് വരെയും മെയ് മുതൽ ഓഗസ്റ്റ് വരെയുമാണ് ഇവിടേക്ക് വരാനുള്ള ഏറ്റവും നല്ല സമയം.
വീക്കെൻഡുകളിൽ ഇവിടെ വരുന്നത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രാദേശികമായും നിരവധി ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ട്രാങ് ആൻ. ദൂരെ നമ്മൾ വന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാം. അത് ഈ നദിക്ക് നടുവിലുള്ള ഒരു ദ്വീപാണെന്ന് പറയാം. എന്തു മനോഹരമായ സ്ഥലമാണ്. ആയിരക്കണക്കിന് വഞ്ചികളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ മാറിയിരിക്കുന്നു. ദ്വീപിൽ നിന്നും ഞാൻ ബോട്ടിൽ കയറിയതിന്റെ മറ്റൊരു വശത്താണ് നമ്മൾ വന്നിറങ്ങുന്നത്. കടവിൽ നിരവധി പേരുണ്ട്. നമ്മൾ വരുന്നതൊക്കെ ചിത്രീകരിക്കുന്നവർ. അപ്പോഴും മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്ന ആളുകളെ കാണാം. നമ്മുടെ നാട്ടിലാണ് ഈ മത്സ്യങ്ങളെങ്കിൽ അതിനെ എപ്പോഴേ കറിവെച്ച് കഴിച്ചിരിക്കും. ഈ ദ്വീപിൽ വലിയ റെസ്റ്റോറന്റുകളും കഫേകളും ഒക്കെ ഉണ്ട്. സഞ്ചാരികൾക്കായി വളരെ മനോഹരമായി അവയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. അതൊക്കെ ചിത്രീകരിച്ച് നടക്കുന്ന ഇടയിലാണ് തോണിക്കാരിയായ രണ്ടുപേർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. നമ്മുടെ നാട്ടിലെ ബബ്ലിമൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നാരങ്ങയാണ് അവർ കഴിക്കുന്നത്. വളരെ സൗഹൃദത്തോടെ അവർ അതിലൊരു പീസ് എനിക്ക് തന്നു. എത്ര സൗഹൃദത്തോടെയാണ് അവരൊക്കെ നമ്മോട് പെരുമാറുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. കുറച്ചുപേർ ഇവിടെ കൂട്ടം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരുതരം അച്ചാറും മത്സ്യവുമാണ് കഴിക്കുന്നത്. ഇവർക്ക് ഇംഗ്ലീഷ് തീരെ വശമില്ല എന്ന് തന്നെ പറയാം. അവരോടൊക്കെ കുശലം പറഞ്ഞും സന്തോഷിച്ചും ഞാനങ്ങനെ നിൽക്കുമ്പോഴും സഞ്ചാരികളെയും കൊണ്ട് നിരവധി ബോട്ടുകളാണ് കടവിലേക്ക് വന്നുകൊണ്ടേയിരുന്നത്.